Hi, hello, assalamu alaikum. Welcome back to another video of Zoella Hair Accessories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോം ഷീറ്റ് അല്ലെങ്കിൽ ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റോസ് ഫ്ലവർ ആണ്. നമ്മുടെ ക്ലിപ്പിനകത്തും ഹെയർ ബോയ്ക്കകത്തും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു മോഡലാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളതിന് ഫോം ഷീറ്റ് നേരെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. 12 ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ 2 ഇഞ്ചിനടുത്ത് ഒരു 4 സെൻറ്റിമീറ്റർ വീതിയിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് 3 കട്ട് ചെയ്യണം. കട്ട് ചെയ്തങ്ങ് മാറ്റരുത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു 3/4 ഭാഗവും കട്ട് ചെയ്യണം. എൻഡിൽ വരുമ്പോൾ അവിടെ കട്ട് ചെയ്യാതെ വെക്കണം. ഇങ്ങനെ ഇതിനെ 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ല. ആ എൻഡ് ഒരു 1/4 ഭാഗം മാറ്റി അവിടെ ഇട്ടേക്കും. ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. പിന്നി കൊടുക്കണം. നമ്മൾ മുടിയൊക്കെ പിന്നി ഇടുന്ന പോലെ ഇത് 3 കൂടി ഇങ്ങനെ പിന്നി കൊടുക്കണം. പിന്നുമ്പോൾ ഒന്ന് പിടിച്ച് വെച്ച് ഒന്ന് ലെവലാക്കിയൊക്കെ ഒന്ന് പിന്നി കൊടുത്താൽ മതി. അതുപോലെ കാണിക്കുന്ന പോലെ നമുക്കൊന്ന് പിന്നി കൊടുക്കാം. പിന്നി കൊടുക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് നമുക്ക് സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് പിന്നി കൊടുക്കാം. ഇങ്ങനെ മുഴുവനും ഒന്ന് പിന്നിയെടുക്കാം നമുക്ക്. വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് ചെറുതായിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ, കുറച്ചുകൂടി ചെറുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫോം ഫ്ലവറിന് പകരമൊക്കെ നമുക്ക് നമ്മുടെ ഹെഡ് ബോയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അതുപോലെ അലിഗേറ്ററിലോ ടിക്ടാക്കിലോ ഒക്കെ ഒരു ഫ്ലവർ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു സ്റ്റിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ 3 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത 3 എണ്ണവും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ ഒന്നൊന്നിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിത് ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഗ്ലിറ്റർ പൊറോഷൻ ആവുന്ന രീതിയിൽ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു ഫോം ഫ്ലവർ, ഒരു റോസ് ഫ്ലവർ അവിടെ അങ്ങ് ആയിക്കോളും. എന്നിട്ട് ഇതിൻ്റെ എൻഡിലും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എൻഡ് പോർഷനും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗണ്ണോ B7000 ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും എന്നിട്ട് ട്രൈ ചെയ്യണം.